യുവജന കേന്ദ്രം, സൂപ്പർ സീനിയേഴ്സ് അംഗങ്ങൾ, വടകര ഡോൺ ബോസ്കോ യുവജന കേന്ദ്രത്തിലെ സൂപ്പർ സീനിയേഴ്സ് കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബത്തിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഈ പരിപാടി ഏറ്റവും കൃത്യമായ രീതിയിൽ വീക്ഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന യുവജന കേന്ദ്രത്തിലെ എല്ലാ ഭാരവാഹികളോടും ആദ്യമേ നന്ദി പറയുകയാണ്. നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് യാത്ര. എല്ലാവരും ഒത്തിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു നമ്മളുടെ ഏത് പരിപാടിക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ. എന്നാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും വരും. കാരണം നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് പരിശുദ്ധ തട്ടായ തമ്മയുടെ ഇരുമുറ്റത്തേക്കല്ലേ. നമ്മുടെ എല്ലാം അമ്മയും ഒറ്റമ്മയും ഒക്കെയായ പരിശുദ്ധ തട്ടാരത്തമ്മയുടെ തിരുമുറ്റത്തേക്കല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ വിളിച്ചു വരുത്തുന്നത്? പറയാം, നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന ഒരു യാത്ര പോകും. പണ്ട്, വളരെ പണ്ട് ഒരു സംഭവം നടന്ന സ്ഥലവും അവിടുത്തെ കുറച്ചാളുകളെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്താ പോവുകയല്ലേ? എന്നോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുക്കുന്നവർ, ആ മനോഹരമായ കാഴ്ചകൾ കാണാൻ എന്നോടൊപ്പം വരുന്നവർക്ക് അത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. വരാത്തവർക്ക് നഷ്ടം. എന്താ പോവേ? വാങ്ങ, നമുക്ക് പോവാം. ഈ വന്ന ആളുകൾ അതാണ് മീൻകാരൻ പോക്രിക്ക. ഈ നാട്ടിലെ മീൻ കച്ചവടക്കാരനാണ്. ബക്കർ എന്നാണ് പേര്. നാട്ടുകാർ സ്നേഹത്തോടെ ബക്കരിക്ക എന്ന് വിളിക്കും. അവസാനം ബക്കരിക്ക പോക്രിക്ക. എങ്ങനെ? നിങ്ങൾ
കണക്കാറാക്കിയിട്ടുണ്ട്. നോക്കട്ടെ, കണ്ണു പിടിച്ച് നോക്കട്ടെ, നല്ല നെയ്മത്തിയല്ലേ വന്നോളിണ്ട വേണ്ടവർക്ക് വന്നോളി. അല്ല പിയാമ്മേ, നിങ്ങളോട് കുത്തിരിക്കണേ. അസ്സലാമലൈക്കും. നിങ്ങളാണ് മഞ്ഞത്തിന്റെ ഒപ്പം വല്ല കിനാരം പറഞ്ഞ് സുവർഗത്തിലിരിക്കേണ്ട നേരത്ത് ഒരു പണിയില്ലാതെ റോഡ് നേരം നേരിടുന്ന ഈ ബലാരുടെ കൂടി ഇവിടെ വന്ന് കവലെ കുത്തിയേക്കാം. ഒരു പുരയിലേക്ക് ചെല്ലുമ്പോ പോയി ആ മൊഞ്ചത്തിന്റെ അകത്ത് കിസ വന്നിരിക്കുന്നത്. ആ പോകുമ്പേ നെയ്ച്ചാവിൽ കൊണ്ടുപോയി ഒരേ കൊള്ളി പൊരിച്ചങ്ങ് പള്ളരച്ചോളെ. നിങ്ങൾ കണ്ണു വെച്ച് നോക്കണ്ട, ഇല്ല മീനണ്ട വിദ്യത്ത് കുറെ പോകാൻ നോക്കട്ടെ. ഇവിടെ ബീവി ബീവാത്ത് ഇവിടെ കാത്ത് കുറെ അടപ്പില് കലത്തില് അരി വിട്ട് നോക്കിയിരുപ്പാവും. ഇവിടെ നിന്നാലേ തീ കൊടുക്കൂ. വല്ലാത്ത മഹാത്മ്യം. നമ്മുടെ മീനല്ല വിദ്യത്ത് ഒരാൾക്ക് പോകാൻ നോക്കട്ടെ. ബീവാത്ത് മീനെ മീനെ നീ കാരണം പോയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചല്ലോ. ചായ കുടിക്കണമെങ്കിൽ ഈ നാട്ടിലെ പ്രശസ്തമായ കുഞ്ഞമ്മണി ടീ സ്റ്റാളിൽ കുറിച്ച് ആ കുഞ്ഞമ്മണി ടീ സ്റ്റാളിന്റെ നടത്തിപ്പുകാരൻ ഗോപാലൻ നായരുടെ കൈപുണ്യമുള്ള ചായ അത് തന്നെ കുടിക്കണം. അവിടെ പോയി ഒരു ചായ കുടിക്കണമെങ്കിൽ വേറെ മറ്റു ഗുണങ്ങൾ ഈ നാട്ടിലെ സകല വിശേഷങ്ങളും പറയും. കുഞ്ഞമ്മണി ടീ സ്റ്റാൾ, ആ ടീ സ്റ്റാളിൽ ആരൊക്കെയോ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു ചായ വെച്ചിട്ട് കുറെ നേരം രണ്ടു കുറ്റി അടിച്ച പോലെ ഇരിക്കണം. ഇന്നത്തെ ചായയുടെ കാര്യം കാണാം. എന്ത് ചെയ്യാനാ? ഒരു പണിയും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ഈ ഒരു ചായ കുടിച്ചിട്ടാ ഒരു ദിവസം തള്ളി വെക്കുന്നത്. ഒന്ന് പറഞ്ഞു മനസ്സിലായി. വീട്ടിലോട്ട് കഴിച്ചാലാ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എടുക്കട്ടെ. എന്റെ ഭാര്യ ആ നോട്ടം എന്റെ കയ്യിലേക്കാണ്. കാരണം എന്തെങ്കിലും അരി കറിയുള്ള സഞ്ചി കൊണ്ടുവന്നാണ് നോക്കുന്നത്. പണി നോക്കിണ്ട് എങ്ങനെ അരിയും കറി ഞാനൊരു കളിവാക്ക് പറഞ്ഞതല്ലേ. നിങ്ങൾ
ചോദ്യവും പറച്ചിലും നേരത്തെ കേൾക്കുന്നതല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? വിലയുമില്ല, പണിയുമില്ല, കൂലിയുമില്ല. ഇതൊരു കടമാണ്. കടവിലെ കുന്നുകൊടുക്കും, പണിയിലെ വേലയിലെ കൂലിയില്ല, കയ്യിൽ ആയ പൈസയില്ല. എങ്ങനെ ജീവിക്കും? ഞങ്ങളൊക്കെ ഒരു ഗതികേട് ഒന്നും പറയാം. രണ്ടുപേരും ഇത് കഴിക്കും, എന്നിട്ട് മതി ബാക്കി വർത്താനോ കാര്യങ്ങളോ. വേണ്ട ഗവൺമെന്റ് ഇപ്പൊ തന്നെ ഒത്തിരി കടമുണ്ട് ഗവൺമെന്റിന്റെ കളഞ്ഞു. എനിക്ക് ഈ ഒരു ചായ മതി. എനിക്കൊരു ജോലി കിട്ടിയാൽ ഗവൺമെന്റിന്റെ എല്ലാ കടവും ഞാൻ വീട്ടും, ഉറപ്പായിട്ടും വീട്ടും. നമുക്കൊരു ചായ തരും, അത് തന്നെ വലിയ കാര്യം. വീണ്ടും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അത് ഞങ്ങൾ കടം പറയേണ്ടി. അതുകൊണ്ട് വേണ്ട വേണ്ട. അതിനിപ്പോ ഈ ഭക്ഷണത്തിന്റെ പൈസ ചോദിച്ച് നിങ്ങളെ കട്ടാലൊക്കെ മാറി നിങ്ങൾക്ക് ഒരു നല്ല കാലം, നിങ്ങളുടെ കൈ നിറയെ പണം വരും. ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് ഇത് നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും. വേണ്ട വേണ്ട. ചായയുടെ ഭക്ഷണത്തിൻ്റെ പൈസ വാങ്ങിക്കാതെ വീണ്ടും ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങിക്കാൻ നമ്മുടെ കേമന്മാരെ, നിങ്ങളുടെ വശം മാറിയല്ലോ. വീട്ടിൽ ഭാര്യ മക്കളില്ലേ, അവർക്ക് വിശപ്പില്ലേ? ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു, അവർ കഴിക്കട്ടെ. നിങ്ങൾ വിഷമിക്കാൻ പറഞ്ഞല്ല, വീട്ടിൽ ഭാര്യയ്ക്ക് മക്കൾക്ക് കൊണ്ടേ കൊടുക്കുക, അവർ കഴിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ പണം വരുമ്പോൾ ഈ ഗോപാലത്തിന് തന്നാൽ മതി. ഇനി നമുക്ക് വേറിട്ടൊരു വഴിയിലൂടെ സഞ്ചരിക്കാം. നമ്മൾ പോകുന്ന ഈ വഴിയുടെ അറ്റത്ത് ഒരു ചാരായ ഷാപ്പ്. അതുവഴി പോകുമ്പോൾ പല ഭാഷകളിലുള്ള പദപ്രയോഗങ്ങളുണ്ട്. ആ പദപ്രയോഗങ്ങൾ ചിലപ്പോൾ ഗാനരൂപത്തിലോ ചിലപ്പോൾ സംഗീത കച്ചേരിയായിട്ടോ ഒക്കെ ആയിരിക്കും. അതുവഴി പോകുമ്പോ ആ ചാരായ ഷാപ്പ് നടത്തുന്നതാണ് കറിയാച്ചനെ ഒന്ന് കാണണമെന്നുണ്ട്. അത് അവിടെ ചെല്ലുമ്പോ ആലോചിക്കും, എന്താണ് ആ ചാരായ ഷാപ്പിന്റെ ഭാഗത്തെ അവനുണ്ടാവും. ആര്? ആ ലോനപ്പൻ. ഈ നാട്ടിലെ വലിയ ഗുണ്ടയാണ്. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആ ലോനപ്പൻ അവിടെ തന്നെ ആ കരണമണിയല്ലേ ഓടി വരുന്നത്. ആ ലോനപ്പന്റെ വാലാണ്. അവന്റെ ഓട്ട കണ്ടിട്ട് എവിടെന്നോ രണ്ടെണ്ണം ഇരന്ന് താങ്ങിയ ലക്ഷണമുണ്ട്. തൽക്കാലം ആ ലോനപ്പന്റെ മുമ്പിലേക്ക് ചെല്ലണം. നമുക്കിവിടെ മാറി നിന്നും ആ ചാരാഴ്ചത്തിന് മുമ്പിലുള്ള വിശേഷങ്ങൾ നോക്കാം.
അതിനിപ്പോ ഇവിടെ നിന്നുള്ളത് അതിനിപ്പോ നമ്മളുണ്ടായിരുന്നു തവന്മാര് പറയുകയാണ് ഞാൻ ഓരപ്പഞ്ചായത്തിന്റെ കറവിളിക്കാണെന്ന്. ആദ്യം കേട്ടപ്പോ എന്റെ ചങ്കി പിഴച്ചു പോയി. ആ പിഴപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. ഒന്ന് തൊട്ട് നോക്കിയിട്ട് അവന്മാരങ്ങനെ വന്നിട്ടും ലോറപ്പേട്ടൻ ഒന്ന് പറയാത്ത ഇനി അങ്ങനെ കൂടി കൊടുക്കും. ഈ ലോനപ്പൻ എന്നൊറ്റയ്ക്ക് തന്നെയായിരുന്നു. തന്റെ തലയിട്ട് പോയപ്പോഴും വയറ് വിശന്ന് കഴിഞ്ഞപ്പോഴും ഞാനിവിടെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അറിയുന്നുണ്ട് എന്റെ പേരിൽ നീ കാട്ടിക്കൊടുത്ത കോപ്രായങ്ങളൊക്കെ നിർത്തിക്കൊള്ളുന്ന തൊണ്ടല്ല. ഇല്ലെങ്കിൽ ഈ മൂർച്ച കൂട്ടിക്കൊണ്ട് നടക്കുന്ന കത്തി കൈ തള്ളലോടൊപ്പം കേട്ടോ. ഞാൻ പട്ടിണി കിടന്ന് ചത്തു പോകും. കാക്കേ പട്ടി എന്റെ ചവ കൊത്തേക്കിയിരുന്നു. എന്നെ കൈവിടല്ലേ. സാരമില്ല. മേലിൽ എന്റെ പേര് പറഞ്ഞ് വേണ്ടാത്ത പണിക്ക് പോകും. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. എനിക്കെന്നും എന്റെ ഇഷ്ടങ്ങളും തീരുമാനങ്ങളുമാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് ഇനി എന്റെ പേര് വേണ്ടാത്ത പണിക്ക് പോകും. പിന്നോ എനിക്കും എന്റെ ഓണപ്പാട്ടിനും രണ്ട് കൊട്ടവിഞ്ഞത് പരിപ്പോൾ ഓണപ്പാട്ടിന് രണ്ട് കൊട്ടവിഞ്ഞതും എനിക്കൊരു പരിപ്പോൾ കാണാനോ ഞാൻ പറഞ്ഞത് ആ ലോറപ്പൻ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല. അല്ലേലും ചാരായ ഷാപ്പിനോടൊന്നും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? ആ കറിയാച്ചനോട് കണ്ടേക്കാം എന്ന് കരുതി. അത്ര മാത്രമേ നമുക്കൊരു കാര്യം ചെയ്താൽ ആ പുഞ്ചപ്പാടത്തോടെ നടന്നു താഴേക്കിറങ്ങി കിന്നരിപ്പുഴയുടെ അരികിലൂടെ നടന്നു ആ ചിങ്ങന്റെയും ചന്ദ്രികയുടെയും കുടിവരുമെന്ന് പോയാൽ എന്താ? ആ പുഴയും പാടവും കതിരിട്ട് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, ആ പാടത്തിലൂടെ ആ തൈത്തിരികൾക്കിടയിലൂടെ നടന്നു പഞ്ചവർണ്ണത്തത്തയുടെ കിളിക്കൊഞ്ചലും കേട്ട് ആ കുയിലുമ പെണ്ണിന്റെ താളത്തിൽ ഈണത്തിലാടി പാടി ആ പുഴയെ തഴുകി വരുന്ന ആ ഇളം കാറ്റും കൊണ്ട് നടക്കുവാൻ എന്ത് രസമായിരിക്കും. ആ തെക്കേ കണ്ടത്തിന്റെ അറ്റത്താണ് ചന്ദ്രന്റെയും ചിന്നന്റെയും ചന്ദ്രന്റെയും പാവങ്ങളാണ്. ആ ശങ്കര കമ്പിയാരുടെ 1000 പാടത്താണ് അതിന് ജോലി ചെയ്യുന്നത്. ആ പാടത്ത് ജോലി ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ടാണ് ആ പാവങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ ആ ശങ്കരൻ നമ്പ്യാരുണ്ടല്ലോ, അയാളൊരു വൃദ്ധനാണ്. ആ പാവം ചന്ദ്രികയും പാടത്തും വരമ്പത്തും കാണുന്ന വഴിയിലെല്ലാം വെച്ച് ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കും. അയാളുടെ വിചാരം വേറെയാണ്. ഇതാണ് ചിന്നന്റെയും ചന്ദ്രന്റെയും കൂടി അവരുടെ വിശേഷങ്ങളൊന്നും നമുക്ക് കാണാം. എന്താ വാ. അവിടെ ചിന്നനും ചന്ദ്രികയും കൂടി എന്തൊക്കെയോ കിന്നാരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിന്നൻ പാടത്ത് പണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല. നമുക്ക് അവരെന്താണ് പറയുന്നതെന്ന് നോക്കാം. ആ ശങ്കരൻ നമ്പ്യാരും അയാളുടെ കാര്യസ്ഥൻ രാമനും ചിന്നന്റെ കുടിയിലേക്ക് പോകുന്നു. നമുക്ക് തൽക്കാലം പകർന്നു
അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ചന്ദ്രേ, ചന്ദ്രേ, എനിക്ക് കുറച്ച് കാപ്പി വേണമായിരുന്നു. പാലിടാത്ത കടുകാപ്പി മതിയല്ലോ. എന്താ പറഞ്ഞത്? കടുകാപ്പി മതിയെന്നോ? ഞാൻ കരുതിയത് പശുവിനെ കറന്ന് അതിൽ പഞ്ചസാരയും ചേർത്ത് പാലമത് വളർന്ന് കാപ്പി തരാന്ന. അപ്പഴാ പറയണത് കടുകാപ്പി മതിയെന്ന്. എത്ര നാളായി ഇങ്ങനൊരു ജീവിതം? എന്നാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത്? ശരിയാണോ? എല്ലാം ശരിയാണ്. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് മന്ദാരക്കാവില് പൂരത്തിന് മുമ്പ് ഞാൻ അയാളോട് പറയുന്നുണ്ട് നമ്മുടെ കൂലി കൂട്ടി തരുന്ന കാര്യം. അയാളത് അനുവദിച്ച് തരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയാളെ കുടിയിൽ കയറി വരുന്നതേ എനിക്ക് ഇഷ്ടമല്ല. അയാളുടെ നോട്ടവും വർത്തമാനവും എന്നാണ് ഞാൻ അയാളെടുക്കുന്നത്. വേണ്ട ചന്ദ്രൻ, വേണ്ട. എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നമുക്കും ജീവിക്കാം സന്തോഷത്തോടെ, സമാധാനത്തോടെ. അതുപോലെ ചന്ദ്രൻ, നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാരും മുതല് ആ ചക്രമാവിന്റെ അടുത്തുള്ള മഞ്ചാടിക്കുരു മരത്തിൽ നിന്ന് അടർന്നു വീണ മഞ്ചാടിക്കുരു കിറുക്കി നിന്റെ കയ്യിൽ തന്നപ്പോൾ നീ അത് തട്ടിക്കളഞ്ഞു. എന്റെ കൈക്കൊരടി മടിച്ച് ഓടിപ്പോയതും ഒളി കണ്ടാൽ എന്നെ നോക്കിയതും. അത് പിന്നെ വല്ല ചെറുക്കന്മാരെന്റെ കൈക്ക് പിടിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ? വല്ല ചെറുക്കന്മാരോ? എന്നിട്ടിപ്പോ ആ ചെറുക്കന്റെ കുടിയിലാണ് നീ. അത് പിന്നെ നമ്മുടെ അച്ഛന്മാര് തീരുമാനിച്ചുറപ്പിച്ചത് കൊണ്ടല്ലേ? അച്ഛന്മാര് തീരുമാനിച്ചു? എന്തുറപ്പിച്ചു? അതിപ്പോ കേട്ടങ്ങ് ശ്രമിക്കുന്നു. കിണങ്ങാതിരി പെണ്ണേ, എന്റെ പൈങ്കിളി പെണ്ണേ, നീ അല്ലേ എനിക്കെല്ലാം എല്ലാം. നമ്മക്കും പോവേണ്ടേ മന്ദരക്കാവിലെ പൂരം കാണാൻ എന്തട കുഞ്ഞാനേ നമ്മക്കും പോവേണ്ടേ. ഓയ് ചിന്ന, ഇന്നെന്താ പാടത്തേക്ക് വരുന്നില്ല എന്നുണ്ടോ? ചന്ദ്രൻ,
നീ ഇന്ന് പാടത്തേക്ക് വരണ്ട, വയ്യാതിരിക്കല്ലേ. ഇന്ന് നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. ചന്ദ്രികേ, ചന്ദ്രികേ, ഇതാരാ എന്റെ മുന്നോട്ട് വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. നമ്മുടെ തമ്പ്രാൻ വന്നിരിക്കുന്നു. നീ അവിടെ എന്താ ചെയ്യുന്നേ? വന്നോളൂ, എങ്ങനെ വന്നതോ? നമ്മുടെ അടുത്തോട്ട് വന്നതോ? നാം നിന്നെ കണ്ടോട്ടെ. എന്തായത്? നല്ല തുളസി തന്നെ. നിന്റെ മംഗളം കഴിഞ്ഞിട്ട് ഇഷിനാളല്ലേ? ഇതുവരെ ഒരു ചെറുമാനോ ചെറുമാത്തിയോ എല്ലാം ഉണ്ടാകത്തെ. വിഷമിക്കാതെ വാർത്തിയ കഥ പോലെ നിനക്ക് വിഷമിക്കാതെ എങ്ങനെ നോക്ക്. കുഞ്ചപ്പാടത്ത് വെള്ളം നിൽക്കണം, അല്ലെങ്കിൽ കൊലയായി കാണാനാണ് ഇഷ്ടം. തമ്പ്രാന്റെ ഇഷ്ടം നോക്കില്ലല്ലേ എന്റെ പണി. അടിയങ്ങൾ തമ്പ്രാന്റെ പാടത്ത് പണിയെടുക്കുന്നവരല്ലേ, ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഈ താമരയുടെ ആസ്വദിക്കാനാണല്ലോ വണ്ണ് വന്നത്. അത് കഴിഞ്ഞ് പോലെ അതെപ്പോഴും അങ്ങനെ തന്നെ തമ്പ്രാൻ. കഴുത്തന്റെ വെള്ളത്തിൽ മുങ്ങി വിരിഞ്ഞു നിൽക്കുന്ന താമരക്ക് മണ്ണിൽ നിന്നും രക്ഷപ്പെടാനാവാതെ ആ വെള്ളത്തിൽ കിടക്കാനാണ് വിധി. പക്ഷേ ഈ താമരയിലേക്ക് വരുന്ന മണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ ശക്തമായ ഒരു കാറ്റുണ്ട് കൂട്ടിന്. ആ കാറ്റിന്റെ ശക്തി ഈ മണ്ണൊക്കെ മാറി പറഞ്ഞു പോയിക്കോളും. രാമോ,
ഇവിടെ അസലായെന്ന് അവള് പറയണല്ലോ. അതെ അതെ. പക്ഷേ പാടത്തെ ചെടിയിൽ തന്നെയാണല്ലോ ഈ താമരയുടെ അന്ത്യവും. അപ്പോ പിന്നെ ചെടിയിൽ പിരിഞ്ഞ ഈ താമരയ്ക്ക് ആര് കൂട്ടുവന്നാലും തമ്പ്രാന്റെ പാടത്ത് എല്ലുമുറിയ പണിയെടുക്കുന്നവരല്ലേ ഞങ്ങൾ. ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമല്ലേ ഈ പാടത്ത് വിളഞ്ഞു നിൽക്കുന്നത്. അങ്ങനൊക്കെ ആ വാഴയിലെ കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടോ നോക്കെ. ഓ കണ്ടു നിൽക്കേ. ഈ വാഴയുടെ കൊമ്പ് ഒടിഞ്ഞിട്ടുണ്ടോ നോക്കെ. പോയി അടിയന്റെ പാവങ്ങളാണ് കുടി കയറി വന്ന് എന്ത് കാട്ടാമെന്ന് കരുതിയോ? പണ്ട് ഞങ്ങളുടെ കാരണന്മാർക്ക് സംഭവിച്ചത് ഇനി ഇവിടെ സംഭവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അടുത്ത് ചന്ദ്രികെ അടുത്ത്. ഞങ്ങൾക്ക് ജീവിക്കണം ഈ ഭൂമിയിൽ. അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇനിയും ഈ ഉമ്മറത്ത് വന്ന് ഈ പേക്കോത്ത് കാട്ടാനുള്ള ഭാവമെങ്കിൽ കൈക്കോട്ടും കലപ്പയും പിടിച്ച് പണിയെടുത്ത് തടിപ്പിച്ച് ഈ കൈകളുണ്ട്. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ കടന്നു വന്നു ഇവിടെ നിന്ന്. ഏങ്ങളോട് ദൈവങ്ങളെ നമ്മളോടാണ് കളി. കണ്ടില്ലേ ജന്മി അയാളോട് മാടമ്പിത്തരം കാണിച്ചത്? അയാളുടെ വിചാരം എല്ലാവരും എല്ലായ്പ്പോഴും അയാൾക്ക് വിധേയമായി ജീവിക്കും എന്നാണ്. ആ ജന്മിക്ക്
അങ്ങനെ തന്നെയാണ്. ആ ചിന്നനാള് പാവമാണെങ്കിലും ചന്ദ്രിക അങ്ങനെയല്ലോ. കണ്ടില്ലേ ചന്ദ്രികയുടെ പ്രതികരണം? ശക്തമായി തന്നെ പ്രതികരിച്ചത് നാം കണ്ടതല്ലേ? സ്ത്രീകളാണ് ഇങ്ങനെ തന്നെ വേണം. എന്താ ഈ യാത്ര നിങ്ങൾക്കൊരു മടുപ്പായോ? രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്താറുണ്ട്. അവരെയും കൂടി ജോണിക്കുട്ടി ത്രേസ്യാണ്. അവരാണ് ദൈവം. ഇന്ന് അച്ഛൻ പ്രസംഗിച്ച കാര്യം, കുർബാനയ്ക്ക് ശേഷം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എന്ത് തോന്നി ജോണിക്കുട്ടിക്ക്? കുർബാന കഴിഞ്ഞ് അച്ഛൻ ഓർമ്മിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലായോ ജോണിക്കുട്ടിക്ക്? അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ, മറ്റുള്ളവരെ സഹായിക്കണം, ദാരിദ്ര്യമുള്ളവരെ സാമ്പത്തികമായി സഹായിക്കണം. അതെല്ലാം ഞായറാഴ്ച ഒരേപോലെ കേൾക്കുന്നതല്ലേ? അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ കഴിവനുസരിച്ച് മറ്റുള്ളവരെ സഹായിക്കണം. അത് തന്നെയല്ലേ നമ്മളോട് കർത്താവ് തമ്പുരാനും പറഞ്ഞിരിക്കുന്നത്. അതൊരു ശരിയായ കാര്യം തന്നെയല്ലേ? എനിക്ക് എല്ലാവർക്കും എല്ലാം എടുത്തു കൊടുക്കുമെന്ന് പറയാൻ വല്ലാത്തൊരു ആവേശമാണ്. നിനക്കറിയോ, എന്റെ കാർത്തോപ്പ തലമുറയായി കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് ഈ കാണുന്ന സമ്പത്തല്ല. ഞാനതൊന്നും നശിക്കാൻ തയ്യാറില്ല. ഇതെല്ലാം ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നമ്മൾക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങളും സമ്പത്തും ദൈവകൃപയാൽ ലഭിച്ചതാണ്. നമ്മൾക്ക് ശേഷം നമ്മുടെ മക്കൾക്ക് എന്ന് കരുതി കൂട്ടി സൂക്ഷിച്ചു വയ്ക്കുന്നതും നല്ലത് തന്നെ. എന്നാലും പാവപ്പെട്ട ആരെയെങ്കിലും സഹായിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭം, അത് നമുക്ക് ദൈവം ഒരുക്കി തരുന്ന അവസരമാണെന്ന് കരുതി അവരെ സഹായിക്കണം എന്നല്ലേ ഞാൻ കാണുള്ളൂ. ആ ശരി ശരി, വഴിയിൽ വെച്ചുള്ള ഉപദേശം മതി, ബാക്കിയെല്ലാം വീട്ടിൽ വെച്ചാൽ ഒരു ഞാൻ ഉപദേശിച്ചതൊന്നുമല്ല. എനിക്ക് ശരിയായി തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. നമ്മുടെ മക്കൾ പേർഷ്യയിൽ വരികയല്ലേ, വീട് പെയിന്റ് ചെയ്യാനും ഈ പറമ്പ പരിസരമൊക്കെ വൃത്തിയാക്കാനും എനിക്ക് ആരെങ്കിലും ഏർപ്പാടാക്കി തരണം കേട്ടോ. പണം ചെലവിലുള്ള ഓരോ മാർഗങ്ങൾ കണ്ടുപിടിക്കുകയാണല്ലേ. അത് പിന്നെ മക്കൾ വരുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് കാട്ടിലല്ല വീട്ടിലാണെന്ന് അവർക്ക് കൂടി ഒന്ന് തോന്നണ്ടേ? ശരി ശരി, എല്ലാം ശരിയാക്കാം. അതിനിപ്പോ ആരാ ഉള്ളത്? നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഞാൻ പോകുന്നു. ഞാൻ വരുവാണേ, പതുക്കെ നടക്കുന്നേ. ആ എന്റെ കേസ് കൂടി നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ ഗോപാലൻ നായരുടെ കടവരെ പോയിട്ട് വരാം. ഓ, ഇനിയിപ്പോ അവിടെ ചെന്ന് കാര്യം വയ്ക്കാനാണോ? നമുക്ക് വീട്ടിലേക്ക് പോവാമല്ലേ? ഞാനേ നല്ല പൂത്തിരച്ചെടുത്തിട്ടും ജോണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട നല്ല കപ്പപ്പൊടി കൂട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നേ. ചായ കുടിക്കാനല്ല, വേറൊരു കാര്യത്തിലാണ് ഞാൻ പോകുന്നത്. എന്ത് കാര്യം? എനിക്കറിയാത്ത എന്ത് കാര്യം? അതെല്ലാം ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം. നീ വീട്ടിലേക്ക് പോയിക്കോളൂ. ശരി, ഞാൻ പോവാണേ. എളുപ്പം വന്നേക്കണം കേട്ടോ, വന്നിട്ടേ ഞാൻ കഴിക്കോളൂ. ശരി ശരി. ഒരു യാത്ര പോകാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും അത് എങ്ങനെയുള്ള യാത്രയായിരുന്നു. ആ യാത്രയിൽ നടന്ന കാര്യങ്ങൾ ഇവിടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അകക്കണ്ണിലൂടെയുള്ള മനസ്സിൻ്റെതായിരുന്നു എന്ന്. ഒരു നാടും അവിടുത്തെ കുറെ ആളുകളെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, നമ്മളെല്ലാം ബാല്യകാലം മുത്തശ്ശിക്കറികൾ കേൾക്കാൻ പറ്റുന്ന ഒരു ബാല്യകാലം. മുത്തശ്ശിയുടെ മടിയിൽ തലയിൽ വെച്ച്
മുത്തശ്ശി പറയുന്ന കഥകൾ കേട്ട് ആ കഥയിലെ കഥാപാത്രങ്ങളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാകാം. ആ കഥാപാത്രങ്ങൾക്ക് എന്തു സംഭവിച്ചു? അതുപോലെ തന്നെ ഈ യാത്രയിലെ കഥാപാത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഒരു ആകാംക്ഷ? എന്നാൽ ഇതാ അതുകൂടി കണ്ടു. എത്ര ശരിയായിട്ട് ശരിയാവുന്നില്ലല്ലോ. എങ്ങനെ എന്റെ പ്രായം തന്നെ കാണും. അപ്പൊ പിന്നെ ഇത്രയൊക്കെ ഉണ്ടാവും. നിങ്ങൾ എവിടെയില്ലേ കടയില്? ഇവിടെ നോക്കണം. എന്താ എന്നെ വിളിച്ച് നോക്കണത്? എന്താണ്? നമ്മളൊരു കാര്യം കേട്ടിരിക്കുന്നു. നമ്മുടെ പള്ളിയില് പുതിയ വന്ന കത്താരില്ലേ, ആള് ഈ നാട്ടിലെ എല്ലാ കുഴപ്പക്കാരെയും നേടാൻ വന്ന ആക്കുന്നു. അതുപോലെ തന്നെ കഷ്ടപ്പാടുള്ള മനുഷ്യന്മാരെ സഹായിക്കുന്നു കേട്ടിരിക്കുന്നു. നമുക്ക് കത്തനാരിൽ കാണുന്നതായിരുന്നു. അത് ശരിയാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടില്ലേ ഈ നാട്ടിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണുന്നുണ്ടെങ്കിൽ നേരെ പള്ളിയിലേക്ക് ചെല്ലും. ഇപ്പൊ അദ്ദേഹം അവിടെ ഒരു ചായ എടുക്കട്ടെ. എന്നാ പിന്നെ ഒരു പള്ളിയിലേക്ക് പോട്ടെ. നമുക്ക് കത്തനാൻ കണ്ട് ഇച്ചിരി കാര്യം പറയാനുണ്ട്. ആയിക്കോട്ടെ. പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തൽക്കാലത്തേക്ക് ഒരു ജോലി കിട്ടി. ഇവിടെ ജോലിക്കായിട്ട് വേണ്ടി വീടിന്റെ പെയിന്റിങ്ങും പറമ്പ് ക്ലീനിങ്ങായിട്ട് കുറച്ച് ദിവസത്തെ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് പട്ടി കൂടാതെ കഴിയും. പിന്നെ കഴിഞ്ഞ ദിവസം പണിയിലേക്ക് പൈസ കിട്ടിയായിരുന്നു. അത് കിട്ടിയത് കൊണ്ട് ഗോപാലട്ട് തരാമെന്ന് വെച്ച് വന്നതാണ്. ആ ഗവൺമെന്റ് തരാനുള്ള പൈസ എണ്ണി നോക്കും. നീ എന്തെങ്കിലും തരാൻ ബാക്കിയുണ്ടെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞാൽ മതി, ഞങ്ങൾ കേൾക്കും. നിങ്ങൾക്ക് അവിടെ പണിയെടുക്കാൻ കാര്യം ഞാനല്ല കേട്ടോ. നമ്മുടെ പള്ളിയിൽ പുതിയതായി വന്ന അച്ഛൻ പറഞ്ഞിട്ടാണ്. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് പണിക്കുന്നപ്പോഴേ ചേച്ചി പറഞ്ഞാൽ ചേച്ചി പറഞ്ഞു. എന്തായാലും അച്ഛൻ ഈ നാട്ടിൽ വന്നത് വളരെ നന്നായി. ഞങ്ങളുടെ പട്ടി മാറ്റാൻ ഒരു പോംവഴി കാണിച്ചതിന് അച്ഛൻ ഈ നാട്ടിൽ വന്നപ്പോഴാണ് സാധിച്ചത്. ഏതായാലും കണ്ടുവച്ചിരിക്കും. ഞാൻ ഒരു ചായ ഒരു ചായ കുടിച്ചിട്ട് പോവാം. എനിക്കൊരു ചായ. അല്ല, ഇതാരും ഓരപ്പനാണ്. അതെ, ഞാൻ എൻ്റെ പഴയ തെമ്മാടിത്തമെല്ലാം വിട്ടു. ശരിയും തെറ്റുകയെന്ന് പറഞ്ഞു തരാൻ ആളില്ലാന്ന് പറഞ്ഞെനിക്ക് വഴി വിട്ടാൽ കുറ്റഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ പുതുതായി വന്ന അച്ഛനാണ്. അച്ഛൻ എനിക്ക് തെറ്റുകൾ പറഞ്ഞു തന്നു. അച്ഛൻ പറഞ്ഞ നല്ല മാർഗത്തിലൂടെ ജീവിക്കാനാണ് എൻ്റെ ജീവിതം. നന്നായി കേട്ടോ. ഈ തനിയുടെ പരിപാടിയൊക്കെ നിർത്തി ആർക്കും ഒരു ഉപദ്രവമാകാതെ സന്തോഷമായിട്ട് ജീവിക്കും. അവർക്ക് ചായ എടുക്കണമല്ലോ. അവർ ചായ പോകും. അല്ല, ഇതാരും രണ്ടുപേരും ഈ വഴിക്ക് പതിവില്ലാതെ. അല്ല ഗോപാൽ നായരെ, ഗോപാൽ നായർ കുറച്ച് പൈസ എന്നോട് ചോദിച്ചിരുന്നില്ലേ?
കടയെല്ലാം പുതുക്കിപ്പണിയാനും സാധനങ്ങൾ വാങ്ങണം. അതിനുള്ള പൈസ ആയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ പിടിച്ചോ. ഗോപാലൻ നായർ പൈസ ചോദിച്ചത് കാര്യം ജോണിക്കുട്ടി എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ പൈസ തരാതിരുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. നമ്മുടെ പള്ളിയിൽ അച്ഛനാണ് ഗോപാലന് പൈസ തരുന്ന കാര്യം ജോണിക്കുട്ടിയോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് തരാനായി ഞങ്ങൾ ഇവിടെ വന്നത്. ഇത് ഏതായാലും വളരെ ഉപകാരമാണ്. ഏതായാലും കട്ടിൽ കുടുംബം വന്നത് ഒരു ചായ കുടിക്കാം. ജോണിക്കുട്ടി, എന്തായാലും നമുക്ക് ഈ നാട്ടിലെ പേരുകേട്ട ഗോപാലന്റെ കൈപുണ്യമുള്ള ചായ കുടിച്ചിട്ട് പോകാം. എന്താ? അങ്ങനെ ആയിക്കോട്ടെ. ഗോപാല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 ചായ എടുത്തോളൂ. കുട്ടിമാള് തൊട്ടിരിക്കാൻ പറഞ്ഞാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളെ. അച്ഛനമ്മേ തമ്പ്രാന് ഭക്ഷണം കൊടുത്തിട്ട് വരാട്ടോ. പിന്നെ നമ്മുടെ കുമാരപ്രശ്നന്റെ പയ്യനെ അമ്മ വന്ന് കഴിച്ചോളാട്ടോ. കുഞ്ഞുട്ടാ, കുട്ടിമാളിന്റെ അടുത്ത് തന്നെ ഇരുന്നോളേ. കുഞ്ഞുട്ടാ, അച്ഛനും അമ്മയും ഉടനെ വരാട്ടോ. ഞങ്ങളാണ് തമ്പ്ര. തമ്പ്രാന് കുറച്ച് ചക്കപ്പുഴുക്കായിട്ട് വന്നതാണ്. സന്തോഷമായി എടുത്ത് എന്നെ വാങ്ങിച്ച് തരാമോ? നമുക്കറിയില്ലേ, എനിക്ക് തനി എടുത്ത് കഴിക്കാൻ പറ്റില്ലെന്ന്. അതെ തമ്പ്ര, നീ അകത്തതിലേക്ക് പോകുന്നു. വരാൻ രണ്ടാളില്ല. നിന്റെ ചമ്പ്ര നിന്നെ പുറത്താക്കിയെന്ന് കേട്ടല്ലോ. അതോടുകൂടി നിന്റെ കാര്യം കറ്റാ പോകാം. നിന്റെ കാര്യം എനിക്കറിയാം. ആ ലോനപ്പന് നിന്നെ പുറത്താക്കിയത് ഈ നാട്ടുകാരെ പേടിച്ച് തലയിൽ തുണിയിട്ട് നടക്കുന്ന കാര്യവും എനിക്കറിയാം. അതേ രാമ, ലോനപ്പന് മാനസാന്തരമുണ്ടായി. ഈ പള്ളി പുതിയതായിട്ട് വന്ന അച്ഛനെ ലോനപ്പേട്ടനെ ഉപദേശിച്ചു. അതോടുകൂടി ലോനപ്പേട്ടന് മാനസാന്തരമുണ്ടായി. അതോടുകൂടി എന്റെ കാര്യം കാട്ടാൻ പോകണം. ആ ചെന്നിക്ക് തീരം വന്ന് കിടന്നപ്പോ ഈ പള്ളിയുടെ അച്ഛൻ തന്നെയാ ശുശ്രൂഷിച്ചതും കാര്യങ്ങളും നോക്കിയത്. പള്ളിയുടെ അച്ഛനെ കാണാൻ പോവുകയാണ്. എന്നെ ഒന്ന് സഹായിക്കുന്നു. അതെയോ, ഞാനും അതിന് തന്നെയാ വന്നത്. എനിക്കും വന്ന് ഒത്തിരി സങ്കടങ്ങൾ പറയുന്നു. അച്ഛൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് എനിക്കറിയാം. എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയാലോ അച്ഛനെ കാണാൻ? രാമ, ഒന്നിച്ചു പോവാം.
ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ പരിസമാപ്തി എന്താണെന്ന് അറിയണം. ആകാംക്ഷയോടെ കാത്തിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലായില്ലേ? മനുഷ്യത്വം മരവിച്ച മനുഷ്യ മനസ്സുകളിലേക്കും വഴിവിട്ട് തെറ്റായ ജീവിതം നയിച്ചവരെയും നന്മയുടെ വെളിച്ചത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ആ നാട്ടിൽ എത്തിച്ചേർന്ന ഫാദർ ബിസു എന്ന പുണ്യാത്മാവിന്റെ കാര്യമാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. ഇന്നും ആ മഹാത്മാവ് ജനഹൃദയങ്ങളിൽ ഒരു വെള്ളി വെളിച്ചമായി പ്രകാശം പരത്തി നിറഞ്ഞു നിൽക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയായി ഈ നാടിനെ അത്രയധികം സ്നേഹിച്ച ആ മഹാപുരോഹിതൻ ഈ നാടിന് അദ്ദേഹത്തിന്റെ സ്നേഹമുദ്ര പതിപ്പിച്ചുകൊണ്ട് കടന്നുപോയെങ്കിലും ജാതി, മതവും വർണ്ണവും സമ്പത്തും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്ന് എന്ന് നമ്മെ പഠിപ്പിച്ചു. എല്ലാവരെയും സ്നേഹിക്കുവാനും സഹായിക്കുവാനും പഠിപ്പിച്ച ഫാദർ ബിസു എന്ന പുണ്യവൈദികന്റെ ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഗാനം ഒരുമിച്ച് ആലപിച്ചുകൊണ്ട് ഈ യാത്ര തുടരാം. തിരികെ തട്ടാളത്തമ്മയുടെ തിരുമുറ്റത്തേക്ക്. സ്നേഹമുള്ളവരെ, വളരെ മനോഹരമായ ഒരു നാടകം കാഴ്ചവെച്ച യുവജന കേന്ദ്രത്തിലെ സൂപ്പർ സീനിയേഴ്സ് അംഗങ്ങളെ നല്ലൊരു കൈകൊടുത്തിട്ട് അഭിനന്ദിക്കുന്നു. ഈ നാടകം സംവിധാനം ചെയ്ത് ഇത്രപോലെ അഭിച്ചേർന്നത് നമ്മുടെ പ്രിയങ്കരനായ മോസസാണ്. മോസസിനെയും അതേപോലെ ഈ അംഗങ്ങളെയും ഒരു ചെറിയ ഭാഗങ്ങളുണ്ടെങ്കിൽ ആഗ്രഹിക്കാം. ഫാദർ ഗിൽട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സൂപ്പർ സീനിയേഴ്സ് ഡേയോടനുബന്ധിച്ച് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഗസ്വജൻ എന്ന പുണ്യാത്മാവിനെ പറ്റി എനിക്ക് പറഞ്ഞു തരേണ്ടത് അറിയുള്ളൂ. എന്നിരുന്നാലും ഈ ഗ്രൂപ്പ് ഡേക്ക് നല്ലൊരു മെസ്സേജ് ഉണ്ടാവണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് എഴുതിയതും ഇതുവരെ എത്തിച്ചത്. അതിനെന്നെ സഹായിച്ച ഈ നിൽക്കുന്ന സൂപ്പർ സീനിയേഴ്സ് കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. എല്ലാവർക്കും ഒത്തിരി നന്ദി.
സ്നേഹമുള്ളവരെ, നമ്മളുടെ ഔദ്യോഗിക